ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു നല്ലൊരു നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് ഞാൻ 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതും 3 വലുതുമാണ്. ഈ ക്യാരറ്റ് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റാണ്. ക്യാരറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇടാം. ഇനി നമുക്ക് വേണ്ടത് പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ 1 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം നരച്ചെടുക്കാം. ഒരു മീഡിയം പരുവത്തിൽ നരച്ചെടുക്കാം. നമ്മുടെ ക്യാരറ്റ് എല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇതേ പരുവത്തിൽ അരച്ച് വെച്ചു. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് കട്ടിയായിട്ടൊക്കെ ഇരിക്കുക. 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരട്ടെ. നമുക്കിതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അരച്ച് വെക്കാം. മധുരം ഇട്ട് കൊടുക്കുക. 1 സ്പൂൺ പഞ്ചസാര. ക്യാരറ്റിന് മധുരം ഉണ്ടായതുകൊണ്ട് 1 സ്പൂൺ മതി. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. ലേശം ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. എല്ലാം ഇട്ടൊന്ന് ഇളക്കാം. ഇനി 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. തീച്ച് കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നല്ലോണം വെന്തിട്ട് നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. റവ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് റവ ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല വൃത്തിയിട്ട് ഇളക്കി ഒന്ന് വേവിക്കാം. ഇതുപോലെ പാനിയിൽ നിന്ന് വിട്ട് വരണം. വേവിച്ച് റവ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇതാവും. ഇതേപോലെ ആവണം. ഇനി ഇതൊന്ന് തീ നിർത്തിയിട്ട് ഇന്ന് തണുക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഉരുട്ടിയെടുക്കണം. ഓരോ ബോൾസായിട്ട്. ഞാൻ ഒരു ബോൾ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതേപോലെ മാവ് എടുത്തിട്ട് ചെറിയ ചൂട് ആറിയിട്ട ശേഷമേ ചെയ്യാവൂ. ഇതേപോലെ നമുക്കെല്ലാം ഇതേപോലെ ബോൾസ് കണക്കാക്കി വെക്കാം. ഇതേപോലെ എല്ലാം ഇങ്ങനെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരു ഇഡലി പാത്രം എടുത്തിട്ടുണ്ട്. ആ തട്ടിലോട്ട് വെച്ച് വേവിച്ചെടുക്കാം. ഓരോ ബോൾസും മറക്കി വെക്കാം. ചെറുതും വലുതുമായിട്ടുണ്ട് ഇച്ചിരി ബോൾസൊക്കെ. നമുക്ക് ഇഷ്ടമനുസരിച്ച് നമുക്ക് ബോളുകളാക്കാം. ചെറുത് വേണമെങ്കിൽ ചെറിയ ബോളാക്കാം. വലുത് വേണമെങ്കിൽ വലിയ ബോളും ആക്കാം. ഇങ്ങനെ ഓരോന്ന് പറക്കി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ആവിയിലൊന്ന്
എല്ലാം വറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. 20 മിനിറ്റ് ഇരിക്കണം ഇതൊന്ന് വേവാനായിട്ട്. ഒരു പാത്രത്തിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് പാലൊഴിച്ചിട്ടുണ്ട്. തിളപ്പിച്ചെടുക്കാം. ഒരു സ്പൂൺ പഞ്ചസാര, ഏലക്ക, ഇനി കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച്. ഇനി ഇതിനകത്തോട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതി. കുറുക്കഴിഞ്ഞ് ഇനി നമുക്ക് ബോൾസ് ഇട്ട് കൊടുക്കാം. ആവി വേവിച്ച് വെച്ച് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. നാണ്ട വേവിച്ച് വെച്ചേക്കുകയാണ്. ഇത് ഓരോന്നായി ഇച്ചിരി ചെറുതായിട്ടൊന്ന് തണുക്കുമ്പോൾ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബോൾസ് എല്ലാം വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായി പറക്കിയിട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറുകിട്ട് ക്യാരറ്റ് റവയൊക്കെ വെച്ച് നല്ലൊരു അടിപൊളി ഫുഡിങ്ങാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് വേണമെങ്കിൽ നട്ട്സൊക്കെ ഇടാം. നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കണം. അടിപൊളിയാണ്. ഇതേപോലെ ക്യാരറ്റ് വെച്ച് ഉള്ള നല്ല അടിപൊളി ഒരു റെസിപ്പീസാണ്. ആരെങ്കിലും പുറത്തുനിന്ന് വന്നാലും അവർക്ക് കൊടുക്കാം. ഞാനിതിൽ നട്ട്സൊന്നും ചേർക്കുന്നില്ല. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. കയ്യിലുണ്ടെങ്കിൽ നമ്മളിത് നട്ട്സ് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. എല്ലാവർക്കും ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല അടിപൊളി റെസിപ്പീസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇത് കഴിക്കാൻ. മുതിർന്നവർ ആരെങ്കിലും ഒരു ഗസ്റ്റ് വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നല്ല അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അടിപൊളി. ക്യാരറ്റും ഉണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ റെസിപ്പീസായി നാളെ വരാം. ആദ്യമായി വീഡിയോ കാണുന്നവർ ഒരു സബ്സ്ക്രൈബും ഒരു വീഡിയോ ഇത് ഇഷ്ടപ്പെട്ടാൽ, ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഓൾ ഓപ്ഷനി ഒരു ബെല്ലമർത്തും കൂടെ ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം കിട്ടും. ഇടുന്നതെല്ലാം. ഓക്കെ, ബൈ. നാളെ വരാം.